ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ കനകാമ്പരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. 3 തരം കനകാമ്പരത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അന്ന് നമ്മൾ ഇതിൻ്റെ കട്ടിങ്സൊക്കെ എടുത്തിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് വേര് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പം നല്ല സൂപ്പറായി വളർന്നു വന്നിട്ടുണ്ട്. എൻ്റെ കനകാമ്പരം ഈ നല്ല വെയിലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിറയെ പൂക്കളാണ്. പൂ കാണുമ്പോൾ കൊതിയാവണ്. ഈ പൂവൊക്കെ പൊട്ടിച്ച് തലയിൽ വെക്കാൻ തോന്നുന്നുണ്ട്. നമുക്ക് എവിടെയും പുറത്ത് പോകാനില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ കല്യാണങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഈ പൂക്കളൊക്കെ പൊട്ടിച്ച് നമുക്ക് കെട്ടി തലയിൽ വെച്ച് പോകുമ്പോൾ നല്ല ഭംഗിന് കാണാനായിട്ട് കനകാമ്പര പൂക്കൾ. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി വെച്ച് പിടിപ്പിക്കുക. അപ്പം നമുക്ക് നല്ലതല്ല മാല കോർക്കാനൊക്കെ. അപ്പോൾ ആ മുന്നേ വെച്ച കട്ടിങ്സൊക്കെ അടിപൊളിയായിട്ട് വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് പിന്നെ വിത്ത് പാവിയിട്ട് നമുക്ക് ഇതിൻ്റെ തൈകൾ പിടിപ്പിക്കാം കേട്ടോ. ഞാൻ കട്ടിങ്സ് വെച്ചതൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ചട്ടിയിലാണ് ഇരിക്കുന്നത് ഈ കനകാമ്പരം. മഞ്ഞയുണ്ട്, ചെങ്കല്ല് കളറുണ്ട്. അങ്ങനെ 2 ടൈപ്പ് കനകാമ്പരം ഞാനിവിടെ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ചട്ടിയിൽ വെക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ താഴെ വെച്ച് പിടിപ്പിക്കുന്നതാണ്. താഴെയാകുമ്പോൾ കുറച്ചും കൂടി നല്ല ഇതിൽ വളർന്നു വരും. വലിയ കടകളായിട്ട് വളർന്നു വരും. പിന്നെ വെയിലത്താകുമ്പോഴേ അധികം അസുഖങ്ങളൊന്നും ഈ ചെടിക്ക് വരില്ല. കനകാമ്പരത്തിന് വരുന്ന മെയിനായിട്ടുള്ള ഒരു രോഗം എന്ന് വെച്ചാൽ പൂപ്പൽ രോഗമാണ്. ഇതിൻ്റെ ഇലകളൊക്കെ കറുത്ത് ഒരു ജാതി ഫംഗസ് പോലെ വരും മഴക്കാലമൊക്കെ ആകുമ്പോഴേ. അപ്പം നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ രോഗങ്ങളൊക്കെ തടയാൻ പറ്റും. ഇതാണ് നമ്മൾ അന്ന് കുത്തിപ്പിടിപ്പിച്ച കട്ടിങ്സ്. ചില ഇതിലൊക്കെ അതേ പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാതും നല്ല ഇതായി വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ പൂവൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അതേ ഇതിൽ പൂ കഴിഞ്ഞു. ഇതിലിതേ പൂവ് കണ്ട, ഇനിയും കുറേ മുട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പം നമ്മളിത് പറിച്ച് താഴേക്ക് നട്ട് കഴിഞ്ഞാൽ നല്ല വലിയ കടകളായിട്ട് അങ്ങോട്ട് വളർന്നു വരും. ആദ്യം തന്നെ നമുക്ക് ഇതിനൊരു കുഴിയൊക്കെ എടുക്കാം കേട്ടോ. കല്ല് നിറച്ച് വേരും കല്ലും. കുഴിയിലിതേ ഈ ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം. ചാണകപ്പൊടി ഇട്ടു. ഈ തൈകളൊക്കെ ഓരോന്നായി പറിച്ച് നടണം. ഓ, കല്ല് മറിഞ്ഞ് വീഴും. ഒക്കെ പറിച്ച് നടാം. ഇങ്ങനെ ഓരോന്നും ചെരിച്ച് വേര് പൊട്ടാണ്ട് എടുക്കണം. വേര് നോക്കി എന്തോരം പേരതിൻ്റെ ഇതിൽ ഇതിങ്ങനെ തന്നെ നട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പാടിപ്പോ. എല്ലാതും ഇതുപോലെ ഒന്ന് പറിച്ചെടുക്കണം.
നിറയെ വേരുള്ള കേട്ടോ അതിൽ ഫുള്ള് വേരുന്നു. എല്ലാതും പറിച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പം നമ്മളിത് ഈ തൈകളൊക്കെ ഈ കുഴിയിലേക്ക് ഇറക്കി വെച്ചു, ചാണകപ്പൊടി ഇട്ട കുഴിയിലേക്ക്. ഇവിടെ നല്ല വെയിൽ വരും, അതാണ് ഇവിടെ തന്നെ നടാന്ന് വിചാരിച്ചത്. ഇനി നമുക്ക് ഈ കുഴിയൊക്കെ ഒന്ന് മൂടണം. നല്ല വെയിലുള്ള സ്ഥലമാവണം, എന്നാലേ നിറയെ പൂക്കൾ വരുള്ളൂ. ഒരുവിധം ചെടിക്കൊക്കെ നല്ല വെയിൽ വേണം. റോസ്, കനകാമ്പരം, മുല്ല, പൂക്കണ ചെടികൾക്കൊക്കെ, ബോഗൺവില്ല, എല്ലാ ചെടികൾക്കും. അപ്പോൾ ഇവിടെ കുറച്ച് നല്ല വെയിൽ വരുന്ന കാരണം ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് മൂടാം. ചട്ടികളൊക്കെ മാറ്റി മാറണ്ട ചെടിയെ മണ്ണെടുത്ത കല്ല് മാറ്റി. കുറേ കല്ലുണ്ട് ഇവിടെ. കല്ല് ചെടി മാറിപ്പോക്ക അങ്ങോട്ട് മാറ് 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 മാറടാ. ഇത് കുഴിച്ചത് ഈ വെള്ളം ഒഴിക്കണം നമുക്ക്. സൈഡൊക്കെ ഒന്ന് ഇളക്കി നിർത്താം, പെട്ടെന്ന് വേരോ. സൈഡൊക്കെ തറഞ്ഞു കിടന്നാലും ഇത് വേരോടാൻ വേണ്ടി. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെയിൽ വരുമ്പോൾ വാട് വെള്ളം. നന്നായി വെള്ളം ഒഴിച്ചു ഒക്കെ എടുത്ത് മാറ്റണം. ഇതിൽ വേറെ ചെടി വെച്ച് പിടിപ്പിക്കാം നമുക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് തരാം കേട്ടോ. കണ്ടാ ഇവൻ വന്നിക്കണ്. ഞാൻ എന്ത് പണി ചെയ്യുമ്പോൾ ഇവൻ വന്നിക്കും. ചെടിമോൻ അങ്ങോട്ട് നോക്ക്, ക്യാമറയിലേക്ക് നോക്ക്. നമ്മൾ ചെടി നടുന്നത്. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഇടാം. എല്ലാവർക്കും ബൈ ബൈ. മാറ് മാറ് മാറി ടാറ്റ പറയോ അവരോട്. ടാറ്റ പറഞ്ഞേ. ടാറ്റ 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 പറഞ്ഞേ. ബൈ ബൈ, സീ യു എന്ന് പറഞ്ഞേ.